ഹായ് ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് 4 ഇയർ UG പ്രോഗ്രാമിലെ മേജർ സൈക്കോളജി പ്രധാനമായിട്ടും എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, സീലിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ നമുക്കറിയാം ഓപ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ഓരോ സെക്ഷനിലും എത്രത്തോളം കണ്ടന്റുകളാണ് ഓരോ ചോദ്യത്തിനും നിങ്ങൾ എഴുതേണ്ടത്, അതുപോലെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ടിപ്സുകളുമാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പാറ്റേൺ ആണ്. നമുക്കറിയാം 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ സൈക്കോളജി സിലബസിൽ വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി സിലബസിൽ പറയുന്നുണ്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും എത്രത്തോളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാവുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ സിലബസിൽ റൈറ്റ് സൈഡിൽ വളരെ കൃത്യമായിട്ട് എത്ര മാർക്കാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. 100 മാർക്കാണ് ടോട്ടൽ ഒരു നിങ്ങൾ പഠിക്കുന്ന ഇൻവിറ്റേഷൻ ടു സൈക്കോളജി എന്ന പേപ്പറിന് നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന മാർക്ക്. 100 മാർക്കിൻ്റെ എക്സാമിൽ 30 മാർക്ക് നിങ്ങൾക്കറിയാം ഇൻറ്റേർണൽ മാർക്കാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടിക്കം, അതുപോലെ തന്നെ കോളേജിൽ നടത്തിയിട്ടുള്ള ഇൻറ്റേർണൽ എക്സാമിനേഷൻ, സെമിനാർ, അസൈൻമെൻറ്റ് പോലെയുള്ള മറ്റു വർക്കിൽ നിന്ന് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്ന മാർക്കാണ് 30 മാർക്ക്. 70 മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 മണിക്കൂറാണ് എക്സാമിനേഷൻ സമയം എന്ന് പറയുന്നത്. ഈ 70 മാർക്കിൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 3 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. ഈ 3 സെക്ഷനായിട്ടാണുള്ളത്. സെക്ഷൻ എയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടൽ സീലിംഗ് എന്ന് പറയുന്നത് 24 മാർക്കാണ്. ഒപ്പം തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ സെക്ഷൻ ബിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 8 ചോദ്യങ്ങൾ ഉണ്ടാവും. ടോട്ടൽ സീലിംഗ് എന്ന് പറയുന്നത് 36 മാർക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് സെക്ഷൻ ബിയിലാണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അത് എസ് എ ടൈപ്പാണ്. 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷണൽ ടൈപ്പാണ്. ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അതിന് മാക്സിമം കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഓപ്ഷണൽ ടൈപ്പും എന്താണ് സീലിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മോഡൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ചോദ്യ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം അതിന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട്. അപ്പോൾ അത്തരം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും അത് റിവൈസ് ചെയ്യുക, അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണ് സീലിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്കറിയാം 3 സെക്ഷൻസ് ഈ പറഞ്ഞ പോലെ ഉണ്ട്. സെക്ഷൻ എയും ബിയും സിയും. അതിൽ സെക്ഷൻ എയും ബിയും സീലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് സീലിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്? സീലിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ എ എന്ന് പറയുന്നത് ആ ടോട്ടൽ ക്വസ്റ്റ്യന് സെക്ഷൻ എയിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൂടി 24 സീലിംഗ് ആണെങ്കിൽ എത്രയാണോ ആ യൂണിവേഴ്സിറ്റി മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ പറയുന്നുണ്ടാവും സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് അതിൻ്റെ സീലിംഗ് എന്നുള്ളത്, അത്രയും മാർക്കാണ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സാധാരണ ഓപ്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അത് പരിചയം ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു ചോദ്യമാണ് അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. രണ്ടും കൂടി എഴുതിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്, ഏതെങ്കിലും 2 അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ അറിയുന്ന 2 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സീലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ടൈപ്പിൽ നിന്നും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാക്സിമം ആ ഒരു സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 24 മാർക്കാണെന്ന് അർത്ഥം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഫുൾ അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എഴുതുന്ന എല്ലാ ആൻസറും ഇവാലുവേറ്റ് ചെയ്യപ്പെടും. എല്ലാ ആൻസറിനും മാർക്ക് ഇടും. എന്നിട്ട് ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് മാക്സിമം 24 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതമുള്ള സെക്ഷൻ എയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ സെക്ഷൻ എയിൽ നൽകിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൻസറിന് അവിടെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓൾറെഡി എല്ലാ ആൻസറും നിങ്ങൾക്ക് അറിയാം. സെക്ഷൻ എയിൽ പറഞ്ഞ എല്ലാ ആൻസറും അറിയാം. അത് എല്ലാം നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഓൾറെഡി ചിലപ്പോൾ 8 7 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ 24 മാർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഉറപ്പാണെങ്കിൽ, ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പാണെങ്കിൽ, നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾ ഫുൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഫുൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 24 അധികം മാർക്ക് അതിൽ വരും. അപ്പോൾ മാക്സിമം ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 24 മാർക്കായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് അറിയുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ആ സെക്ഷനിൽ എത്രയാണോ പറയുന്നത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സീലിംഗ് ടൈപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും
അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ടൈപ്പ് പോലെയല്ല, എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നത് ആ 24 ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും അവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. സ്കോർ അതിനുണ്ടാവും. മാക്സിമം സ്കോറാണ് അതിൽ നിന്ന് കിട്ടുന്നത് 24 എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾ 30 മാർക്കിൻ്റെ എഴുതിയാലും നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ 24 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത് ഈ സീലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണ ഓപ്ഷൻ ടൈപ്പിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപകരിക്കും. കാരണം ഓപ്ഷൻ ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് രണ്ടും നമുക്ക് ഫുള്ളായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് വളരെയധികം ഡിസൊണൻസ് വരും ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. സീലിംഗ് ടൈപ്പിനെ സംബന്ധിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എഴുതാം. രണ്ടിന്നും നിങ്ങൾക്ക് മാർക്ക് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ എത്രയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മാക്സിമം സീലിംഗ് ആ ഒരു സെക്ഷനിൽ എത്രയാണോ അത്ര വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം സെക്ഷൻ എയും ബിയും എന്ന് പറഞ്ഞ സീലിംഗ് ടൈപ്പാണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓപ്ഷൻ ടൈപ്പ് എന്താണെന്നുള്ളത്. അഥവാ ഓപ്ഷൻ ടൈപ്പിൽ 2 ഓപ്ഷൻസ് തന്നിട്ട്, അല്ലെങ്കിൽ 3-4 ഓപ്ഷൻസ് തന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി നിങ്ങളുടെ എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട്, ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസും ഡയഗ്രാംസ് ഒക്കെ വെച്ച് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയിരിക്കണം അതിന്ന് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് ഓപ്ഷൻ ടൈപ്പ് ചൂസ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം ചൂസ് ചെയ്യുക എന്നുള്ള. ഒരിക്കലും ഓപ്ഷൻ ടൈപ്പിൽ എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾ എത്ര ചോദ്യമാണ് അറ്റൻഡ് ചെയ്യുക യൂണിവേഴ്സിറ്റി പറയുന്നത് അതിനു വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെ സ്കോർ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ആവുള്ളൂ. ഏറ്റവും കൂടുതൽ കണ്ടന്റ് നിങ്ങൾ എഴുതിയിട്ടുള്ള സ്കോർ മാത്രമേ കിട്ടുള്ളൂ. 2 എഴുതിയാൽ 1 സമയം വേസ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ സെക്ഷൻ എയിൽ 24 മാർക്കിൻ്റെ സീലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ 36 മാർക്കിൻ്റെ സീലിംഗ് ടൈപ്പും സെക്ഷൻ സിയിൽ ഓപ്ഷൻ ടൈപ്പാണ് 10 മാർക്കിൻ്റെ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എത്രത്തോളം കണ്ടന്റുകൾ ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ ഓരോ മാർക്കിലും നമുക്ക് വേണമെന്നുള്ളതാണ്. ഇത് വളരെ സോളിഡായിട്ട് ഇത്ര വേർഡ് എന്ന് നമുക്കിവിടെ പറയാനില്ല. കാരണം ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ വെച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് വെച്ച് എഴുതുക എന്നുള്ളതാണ്. ഏകദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഷോർട്ട് ആൻസർ, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആക്കിയിട്ട് പോയിന്റ് മാത്രം, ഒരു 3-4 പോയിന്റ് മാത്രം എഴുതി വെക്കാവുന്ന, അല്ലെങ്കിൽ ഒരു 2-3 സെൻറ്റൻസിൽ നിങ്ങൾക്ക് തീർക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ട് ആ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോട്ടം അപ്പ് പ്രോസസ്സ് എന്നുള്ളതാണെങ്കിൽ എന്താണ് ബോട്ടം അപ്പ് പ്രോസസ്സ് എന്ന് മാത്രം എഴുതിയാൽ മതി. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. കീ പോയിന്റ്സുകൾ, അല്ലെങ്കിൽ എന്താണ് റെലവൻ്റ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ്, വളരെ ഡീറ്റെയിൽഡ് എക്സാമ്പിൾ ഒന്നും എഴുതണ്ട. അവൈലബിൾ ആണെങ്കിൽ മാത്രം വളരെ ചെറിയ എക്സാമ്പിൾസ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ കാണേണ്ടതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ എന്താണ് സെൻസേഷൻ എന്നുള്ളത് ഷോർട്ട് ആൻസർ, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെൻസേഷൻ എന്നുള്ളതും എന്താണ് സെൻസറി ഓർഗൻസ് എന്നുള്ളതിൻ്റെ 1-2 എക്സാമ്പിളൊക്കെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഒന്നും ഇവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. സെക്ഷൻ ബി, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. സെക്ഷൻ ബിയുടെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീലിംഗ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ സെക്ഷൻ ബിയിലാണ്. ഏറ്റവും കൂടുതൽ സമയവും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സെക്ഷൻ ബിയിലാണെന്നുള്ളതാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു 8 സെൻറ്റൻസ് ഒക്കെ വരെയുള്ള, അല്ലെങ്കിൽ ഒരു 2-3 പാരഗ്രാഫ്, അല്ലെങ്കിൽ 2 പാരഗ്രാഫിലൊക്കെ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു ഷോർട്ടായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, അതിന് ഒരു മെയിൻ ബോഡി കൊടുക്കാം, അതിനെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള കുറച്ചും കൂടി എക്സാമ്പിൾസും ഡയഗ്രാംസും ആപ്ലിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ആണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഇവിടെ ആവശ്യമാണ്. ഒരിക്കലും 2-3 പോയിന്റ് മാത്രമായിട്ട് വളരെ ഷോർട്ടാക്കിയിട്ട് ഒരിക്കലും ഷോർട്ട് എസ്സേ വരുന്ന സെക്ഷൻ ബി നിങ്ങൾ എഴുതരുത് എന്നുള്ളതാണ് പറയുന്നത്. അത് പറഞ്ഞ പോലെ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഓർഗനൈസേഷണൽ ലോസ് ആണെങ്കിൽ, ഗസ്റ്റാൾട്ട് ലോസ് ചെയ്താണെങ്കിൽ അതിൻ്റെയൊക്കെ ഡയഗ്രാംസും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടുത്താൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ ഡിവിഷൻസ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് ടേബിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ടേബിൾ ചെയ്യുക. മാക്സിമം അതിൽ അത്തരത്തിലുള്ള ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയഗ്രാംസ് ഒക്കെ കൊടുത്ത് മാക്സിമം അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ സെക്ഷൻ സി എന്ന് പറയുന്നത് എസ് എ ടൈപ്പാണ്. അതൊരിക്കലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബുള്ളറ്റിന് മാത്രം ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാരഗ്രാഫ് ടൈപ്പ്, ഒരു 3-4 പാരഗ്രാഫ്, ഏറ്റവും ഒരു എസ് എ പറയുന്നത് തന്നെ
5 പാരഗ്രാഫ് എസ്സേ എഴുതാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ കുറച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷനും മെയിൻ ബോഡിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇതിൽ വേണ്ടത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് സൈക്കോളജി ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ എന്താണ് സൈക്കോളജി എന്നുള്ളതും എന്താണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്നുള്ള ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ട് മേജർ സ്കൂൾസ് ഓഫ് സൈക്കോളജി സ്ട്രക്ചറലിസമാണ്, അത് വ്യൂ പോയിന്റിങ് ഇങ്ങനെയാണ്, അതിൻ്റെ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് എഴുതാം. ഇങ്ങനെ ഓരോ സ്കൂൾസ് ഓഫ് സൈക്കോളജിയും അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് അപ്രോച്ച് ഓഫ് സൈക്കോളജിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിലും വളരെ എക്സാമ്പിൾസും ഡയഗ്രാംസും കേസ് സ്റ്റഡീസൊക്കെ വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡീസൊക്കെ വെച്ചിട്ട് മാക്സിമം അതിന് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കലും സെക്ഷൻ സിയിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ബുള്ളറ്റിനിട്ട് വേണ്ടി മാത്രം നിങ്ങൾ ആൻസർ മാത്രം എഴുതി വെക്കരുത്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറാണ് വേണ്ടത്. അത് ഒറ്റ ചോദ്യം മാത്രമേ അതിനുള്ളൂ. ഓപ്ഷൻ ടൈപ്പിൽ വരുന്നത് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ എ ബി സി ഓരോന്നിലും ആ ക്വസ്റ്റിൻ്റെ നാച്ചുറൽ അനുസരിച്ച് മാത്രം ആൻസർ ചെയ്യുക. സെക്ഷൻ എ വളരെ ഷോർട്ട് ആൻസറാണ്. ബി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് എസ് എ മോഡലാണ് ആൻസർ ചെയ്തത്. സെക്ഷൻ സി എന്ന് പറയുന്നത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാരഗ്രാഫ് രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം കണ്ടന്റുകൾ എഴുതണം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് സബ്ജക്റ്റിവിറ്റി, ചില ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് വലിയ ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു പേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പേജിൽ ഒരുപാട് വേർഡുകൾ കൊള്ളുന്ന ഹാൻഡ് റൈറ്റിങ്ങും അതുപോലെ വളരെ കുറച്ച് മാത്രം എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പേജ് എന്നുള്ളതല്ല കണക്ക്, എത്രത്തോളം കീ പോയിന്റ്സുകൾ അല്ലെങ്കിൽ എത്രത്തോളം പാരഗ്രാഫുകൾ എത്ര സെൻറ്റൻസുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരിക്കലും അല്ലെങ്കിൽ എത്രത്തോളം നമ്പർ ഓഫ് പേജ് ഒരിക്കലും നോക്കരുത് എന്നുള്ളതാണ്. അത് വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സമയമൊന്നും നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ അത് വളരെ ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഏകദേശം 2 മണിക്കൂർ എക്സാമിന് നിങ്ങൾക്ക് സെക്ഷൻ എയിൽ ഏകദേശം 30 മിനിറ്റോളം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. സെക്ഷൻ ബിയിൽ പറഞ്ഞ പോലെ ഒരു 70 മിനിറ്റോളം നിങ്ങൾ എടുത്താലും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നത് സെക്ഷൻ ബിയിലാണ്. അതുപോലെ സെക്ഷൻ സി എന്ന് പറയുന്ന എസ് എ ടൈപ്പിന് ഒരു 20 മിനിറ്റ് കൊണ്ട് ഒരു എസ് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റും. ഒരു ഏകദേശ സമയമാണ്. ഇത് ഒരിക്കലും നിങ്ങൾ ഇതിൽ തന്നെ വളരെ ഫിക്സ് ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതുണ്ടെന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് തന്നെ എസ് എ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്ത് 1 മണിക്കൂറിലധികം ഒന്നും ഒരിക്കലും അതിന് സ്പെൻഡ് ചെയ്യരുത്. അരമണിക്കൂറിൽ ഒരിക്കലും സെക്ഷൻ സിയിൽ ഒരു എസ് എക്ക് വേണ്ടി എടുക്കരുത്. ഏറ്റവും കൂടുതൽ സമയം ആവശ്യം വരുന്നത് സെക്ഷൻ ബിയിലാണ്. അപ്പോൾ സെക്ഷൻ ബി നമ്മൾ എഴുതി തീർത്താൽ തന്നെ ഒരുപാട് കണ്ടന്റ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിങ്ങൾ സമയം കൂടി ഫോക്കസ് ചെയ്തിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ്. ഒരിക്കലും എക്സാം സമയം തീരുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി തീർത്ത് പോകരുത്. അതിന് ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ എക്സാം 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതി തീർന്നു എന്നതിനർത്ഥം നിങ്ങൾ ഒരുപാട് വസ്തുക്കൾ അതിൽ എഴുതാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞാലും നിങ്ങൾക്ക് ഒരിക്കലും 1 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി തീരൂല. 2 മണിക്കൂറിൽ ഒരു 1.25 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനടുത്ത് തന്നെ നിങ്ങൾക്ക് സമയം വേണ്ടി വരും ഇത്രയും 70 മാർക്കിൻ്റെ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ നീറ്റായിട്ട് എഴുതുക. നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ നീറ്റ്ലി അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചാൽ മാത്രമേ അത് റീഡ് ചെയ്യുന്ന ആൾക്ക് വളരെയധികം നിങ്ങളുടെ ആ ഒരു വിഷയത്തിലുള്ള അറിവ് വളരെ കൃത്യമായിട്ട് സ്കോറിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹെഡിങ് സബ് ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് ആൻസറിനെ വളരെയധികം അട്രാക്റ്റീവ് ആക്കുക. കീ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡയഗ്രാംസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രാഫ്, ഡയഗ്രാംസ്, ടേബിൾ ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ചോദ്യം നോക്കിയിട്ട് അതിന് ഡയഗ്രാംസിനും ടേബിളിനൊക്കെ സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും എക്സാം പാറ്റേൺ മനസ്സിലാക്കുക, ഓപ്ഷൻ ടൈപ്പ് എന്താണ്, അതുപോലെ സീലിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സമയം നോക്കിയിട്ട് വളരെ ഫ്ലെക്സിബിൾ ആണ്. വളരെ സ്ട്രിക്ട്ലി ആയിട്ട് ടൈമൊന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര വളരെ ഹൈലി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അല്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. അറിയുന്ന സമയം നിങ്ങൾ മാക്സിമം അവിടെ സ്പെൻഡ് ചെയ്യുക. 2 മണിക്കൂർ പൂർണ്ണമായിട്ട് സ്പെൻഡ് ചെയ്യുക. താങ്ക് യു.